ഹലോ ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ഈ പഴംപൊരി അതാണ് മെയിനായിട്ട് നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് എന്തൊക്കെ കൂട്ടുകളാണ് വേണ്ടതെന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിനായിട്ട് 2 നേന്ത്രപ്പഴം, പിന്നെ 1 ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിരുന്നത്. പിന്നെ ഈ മൈദപ്പൊടി കലക്കണേന് ഒരു നുള്ളും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു കളർ മാറ്റത്തിന്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ നാളികേരം ചെറുകിയത്, ഒരു 2 അച്ച് ശർക്കര, കുറച്ച് അവില്, പിന്നെ ഏലക്കാപ്പൊടി 1 സ്പൂണ്, ഉപ്പ് അവിടെ പാകത്തിന്. അപ്പോൾ നമുക്ക് ഇത്ര കൂട്ടങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ നേന്ത്രപ്പഴം ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ആവിയിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് പഴം അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് 5 മിനിറ്റ് നന്നായി ഒന്ന് പുഴുങ്ങിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ പഴം പുഴുങ്ങാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ നേരം കൊണ്ട് ഈ ശർക്കര ഒന്ന് അരിഞ്ഞു വയ്ക്കണം. അത് നമുക്ക് ഇതേപോലെ ഗ്രൈൻഡർ എടുത്തിട്ട് നമുക്കതിൽ ചേർന്ന് വയ്ക്കാം. കത്തി വെച്ചിട്ട് ചിലർ ചേർക്കാൻ പറ്റുന്നവർ കത്തി വെച്ച് ചേരുക, അല്ലാത്തവർ ഇതുകൊണ്ട് ചെറുകിട്ടാൽ മതി. നമ്മുടെ പഴം നന്നായി പുഴുങ്ങി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവ് ഓഫാക്കി ചൂടാറാൻ വയ്ക്കാം. നമ്മുടെ ഈ പഴം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പഴത്തിൻ്റെ നടുക്കുള്ള അരിപ്പഴത്തെ സാധനമില്ലേ കറുത്തത്, അത് നമുക്കിങ്ങനെ എടുത്ത് കളയാം. എന്നിട്ട് നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ പഴത്തിൻ്റെ ആ ഞാരും അരികളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈ വെച്ച് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. നന്നായി പഞ്ഞി പോലെ ആവുന്നു വേണ്ട, ഇത്തിരി തിക്കായിട്ട് കുഴപ്പമില്ല കേട്ടോ. നന്നായി ഒന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴം ഒന്ന് കൈ വെച്ച് നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അവിലില്ലേ, അവിലിട്ട് കൊടുക്കാം. അവിലധികം ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചാൽ അവിലധികം ഇടാട്ട, അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചളവ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ നാളികേരം, ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ടേസ്റ്റ് കൂടുവന്നെങ്കിൽ കുറച്ചും കൂടി നാളികേരം ഇടാം, അല്ലെങ്കിൽ അത്യാവശ്യം ഈ നാളികേരം മതി. ഇപ്പം നമ്മൾ അവിലൊക്കെ ഇട്ടിട്ടുള്ള കാരണം ആ നാളികേരം മതി. പിന്നെ നമ്മൾ ഏലക്കാപ്പൊടി, അതൊരു മണം, പഴത്തിൻ്റെ ഒക്കെ ഒരു മണം മാറി കിട്ടാൻ വേണ്ടി 1 സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ടുണ്ട്. പിന്നെ നമ്മുടെ ശർക്കര, അത് നന്നായി ഇട്ട് ഇളക്കി നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ മധുരം എല്ലാ പഴത്തിലും നാളികേരം അവിലൊക്കെ നന്നായി ഒന്ന് അവിടെ മിക്സ് ചെയ്ത് കൊടുക്കും. ശർക്കര നമ്മൾ ഉരുക്കിയൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഇങ്ങനെ ചിരണ്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ആ മധുരത്തിലേക്ക് എല്ലാത്തിലേക്കും യോജിച്ചോളും. ഇനി നമ്മുടെ ഇതിലിപ്പോൾ ഇത്തിരി ലൂസായിട്ടല്ലേ കാണുന്നത്, നമുക്കിതൊരു ബോളായിട്ട് പിടിച്ചിട്ട് വേണം വെളിച്ചെണ്ണയിൽ വറുത്ത് പോരാൻ. അപ്പോൾ നമുക്കിനി ഇതിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഒരു ബോളാക്കി എടുക്കാം. നമ്മുടെ പഴം അവിലും ശർക്കരയും നാളികേരവും ഏലക്കപ്പൊടിയൊക്കെ കൂടിയിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുള ഒരു മാവ് കറക്റ്റാക്കിയിട്ട് ബാറ്ററി ശരിയാക്കിയിട്ട് വേണം നമുക്കത് വെളിച്ചെണ്ണയിൽ പോരാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ട ബാറ്ററി ശരിയാക്കാം. അപ്പോൾ നമുക്ക് ഈ ബാറ്ററി ശരിയാക്കാനായിട്ട് മൈദപ്പൊടിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കളർ മാറി കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മൾ ഉപ്പ് പാകത്തിനിടാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കാം. അധികം ലൂസായി പോകും വേണ്ട, തിക്കും പാടില്ല കേട്ടോ. ഒരു ചെറിയൊരു ലൂസിൽ മാവ് കലക്കുക.
നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പഴം ബോൾ പിടിക്കാം. എന്നിട്ട് ആ ബോൾ പിടിച്ച് ഈ മാവിൽ മുക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്ത് പോരാം. നമുക്ക് ഇതേപോലെ ഓരോ ബോളുകളാക്കി പിടിക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം ചെറുത് വലുതൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നമുക്കിത് വെളിച്ചെണ്ണ ചൂടാക്കി അതിലിട്ടിട്ട് മാവിൽ മുക്കി വറുത്ത് പോരാം. അത്രേ പണിയുള്ളൂ. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ബോള് ഇത് ഞാൻ ഇവിടെ മാറ്റിട്ട് കേട്ടോ. നമുക്ക് ഈ പഴത്തിൻ്റെ ഉള്ളിൽ പഴമൊക്കെ നന്നായി വെന്ത കാരണം പിന്നെ അധികം വേവാനില്ല. അപ്പം നമ്മുടെ തീ ചൂടായി എണ്ണ ചൂടായി കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ചിടാം. എന്നിട്ട് വേണം നമ്മളിത് മാവിൽ മുക്കിയിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് പോരാൻ. ഞാൻ ഇപ്പോൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർ വെളിച്ചെണ്ണയൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മളിങ്ങനെ ഓരോ ബോളെടുത്ത് ഈ മൈദയിൽ മുക്കിയിട്ട് ഇങ്ങനെ നമുക്കിത് രണ്ട് ഭാഗം മറിച്ചിട്ട് വേവിക്കാം. തീ അധികം കൂട്ടണ്ട കേട്ടോ. തീ കുറച്ചിട്ടിട്ട് തന്നെ നമുക്കിത് വറുത്ത് പോരണം. അപ്പം നമ്മുടെ പഴമുണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീ കുറച്ചിട്ടിട്ടല്ലോ ഇത് വേവിച്ചിരുന്നത്. ഇനി നമ്മൾ തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് ഒന്ന് തിളച്ചതിൻ്റെ ശേഷം നമ്മളിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരാവുക. അല്ലെങ്കിൽ വെളിച്ചെണ്ണ കുടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ച് വെളിച്ചെണ്ണ ആയിരിക്കും. നമ്മളിങ്ങനെ ചൂടാക്കുമ്പോൾ വെളിച്ചെണ്ണ കുടിക്കില്ല. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം. ഇടയ്ക്ക് അന്ന് ഭംഗിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഉണ്ടായാൽ മതി. നമുക്കത് മാവിലിട്ടിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരുമ്പോൾ നല്ല ഉണ്ടയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മുടെ പിള്ളേർക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ മോഡലുകൾ മാറി മാറി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. ഈ പഴം തന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കുക പഴംപൊരി മാത്രമാണ് ഉണ്ടാക്കി പരിചയം. അപ്പോൾ ഇതേപോലെ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി പിടിച്ച് കൊടുത്ത് അവർക്ക് നല്ല കഴിക്കാനും ഇഷ്ടമാണ്. നമ്മളെല്ലാവരും ഇതൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇത് എല്ലാ ഭാഗവും മുരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ പഴംപോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴത്തിൻ്റെ തോലിട്ടുമ്പോൾ ഇത്തിരി ഭംഗി കുറഞ്ഞാലും അത് നമുക്ക് മൈദയിലിട്ട് വെളിച്ചെണ്ണയിൽ കോരുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട്. നല്ല ഉണ്ടയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോൾ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു.